പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ ഈ ബുധനാഴ്ചയുടെ നല്ല പ്രഭാതത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും ദൈവജനമായി പ്രാർത്ഥനയോടെ നമുക്കൊരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിലെ ദൈവജന ചിന്തയും പ്രാർത്ഥനയും ദൈവാലോചനയും നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായിരുന്നു എന്നറിഞ്ഞതിൽ കർത്താവിൽ സന്തോഷിക്കുന്നു. ഇന്ന് രാവിലെയും അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനത്തെ ദൈവം നൽകിയിട്ടുണ്ട്. മത്തായി സുവിശേഷം 15-ാം അധ്യായം 28-ാമത്തെ വാക്യം. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ഈ നല്ല വചനത്തെ ഓർത്തൊന്ന് സ്തോത്രം പറയാമോ? ആമേൻ. ഒരു കനാന്യ സ്ത്രീയുടെ മകളുടെ സൗഖ്യത്തെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന സ്ത്രീ ചില മണിക്കൂറുകൾ യേശുവിന്റെ പാദപീഠ ആയിരിക്കുന്നിടത്ത് അവനായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും അവരുടേതായ വിഷയത്തിൽ യേശു ഇടപെട്ടില്ല. അല്പം കഴിഞ്ഞപ്പോ ശിഷ്യന്മാർ പറഞ്ഞു, ആ സഹോദരിയെ കുറിച്ച് യേശുവിനെ ബോധ്യപ്പെടുത്തി. യേശു പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾ കൊടുക്കാറില്ല. അവൾ യേശുവിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ചതല്ല അവൾ കേട്ടത്. ഒരു വേദനയോ ഭാരമോ ആ വാക്കുകളായെങ്കിലും അവളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു മറുപടി പറഞ്ഞു, നായ്ക്കുട്ടികളും മേശമേൽ നിന്ന് വീഴുന്ന നുറുക്കൽ കൊണ്ട് ജീവിക്കുന്നില്ലയോ? അവിടെ ഉള്ളിലെ വിശ്വാസത്തിന്റെ വാക്കുകളാണ് അവർ കേൾക്കാൻ കഴിഞ്ഞത്. യേശു പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾ കൊടുക്കാറില്ല. പക്ഷേ അവിടെ ഉള്ളിലെ വിശ്വാസത്തിന്റെ വാക്കുകൾ പുറത്തു വന്നപ്പോൾ യേശു പറഞ്ഞതാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ഇന്ന് പകലിൽ ചില പ്രതികൂലത്തിലൂടെ കടന്നുപോയി എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഉപവസിച്ചിട്ടും എത്ര കാത്തിരുന്നിട്ടും പല വിഷയത്തിനും മറുപടി കിട്ടിയില്ല എന്നോർത്ത് ഭാരപ്പെടണ്ട. വിടുതലില്ലെന്നുള്ളതല്ല, നിന്റെ ഉള്ളിലെ വിശ്വാസത്തിന്റെ വർധനവിനെ ദൈവം കാണുകയാണ്. ആ വിശ്വാസത്തിന്റെ വർധനവ് ഇന്ന് പകലിൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ നീ ഒരു അത്ഭുതം കാണാൻ പോവാ. ഒരാമേൻ പറയാമോ? അവിടെ പ്രശ്നത്തെക്കാൾ വലിയത് അവിടെ വിശ്വാസമായിരുന്നു. വേണമെങ്കിൽ ആ മകളുടെ കൂടെ അമ്മയ്ക്ക് നിൽക്കാമായിരുന്നു. പക്ഷെ അവൾക്കറിയാം, യേശുവിൻ്റെ അടുക്ക് ചെന്നാൽ എനിക്കൊരു വിടുതലുണ്ട്, എൻ്റെ മകൾക്കൊരു വിടുതലുണ്ട്. സാഹചര്യങ്ങളെ നോക്കാതെ, അസാധ്യതകളെ നോക്കാതെ യേശുവിൻ്റെ അടുക്കിലേക്ക് അടുത്തു വാ. നിന്റെ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ട്. ദൈവത്തോട് പറയുന്ന വിഷയത്തിനകത്തൊരു മറുപടി ഉണ്ടെന്നേ. ഇത് നിന്നോടുള്ള ദൂത് തന്നെയാ. ആ നാഴികയിൽ തന്നെ അവളുടെ മകൾ സൗഖ്യമായി. ഇന്ന് പകലിൽ ഒരു വിടുതൽ ആഗ്രഹിക്കുന്ന, ഒരു സൗഖ്യം ആഗ്രഹിക്കുന്ന, ഒരു നന്മ ആഗ്രഹിക്കുന്ന, ഒരു ദൈവപ്രവൃത്തി ആഗ്രഹിക്കുന്ന
നിന്റെ ജീവിതത്തിന്റെ അവിശ്വാസത്തിന്റെ വാക്കുകൾ, ആ വാക്കുകൾ നിമിത്തം ഒരത്ഭുതം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവാ. രാമൻ പറഞ്ഞാട്ടെ. ആമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല പിതാവേ, രാവിലെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നുത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവരുടെ മകൾക്ക് സൗഖ്യം വന്നെന്ന് കേട്ടതുപോലെ ഇന്ന് ഇപ്പോൾ മുതൽ ആ വിഷയത്തിന്റെ നടുവിൽ ഒരു അത്ഭുതമാവും ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ. അവിടുത്തെ ദൈവം ചെയ്തതിനായി നന്ദി, അത്ഭുതം പ്രവർത്തിച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. God bless you all.